അഡ്രിയാൻ ലൂണ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എല്ലാ മത്സരങ്ങളും കളിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം അഡ്രിയാൻ ലൂണ ടീമിനോടൊപ്പം ഉണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ സംഭവം തന്നെയാണ് ടീമിന് തരുന്നത്. അഡ്രിയാൻ ലൂണയ്ക്ക് പരുക്ക് വന്ന് പാതിക്ക് വെച്ച് പുറത്ത് പോകേണ്ടി വന്നതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് തകരാൻ തുടങ്ങിയത്. അത് വേറെ കാര്യം. അഡ്രിയാൻ ലൂണ ഉള്ളപ്പം ബ്ലാസ്റ്റേഴ്സ് മൊണോട്ടണസ് ആയിട്ട് ഇന്നതാണ്. അഡ്രിയാൻ ലൂണ പരിക്ക് പറ്റിപ്പോയപ്പം ബ്ലാസ്റ്റേഴ്സ് തകരാൻ തുടങ്ങി. അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ലൂണ പറഞ്ഞത് കൂടുതൽ മത്സരങ്ങൾ, എല്ലാ മത്സരങ്ങളും കളിക്കണം. കഴിഞ്ഞ സീസണിൽ ഞാൻ പരിക്ക് പറ്റി പുറത്ത് പോയത് കൊണ്ട് തന്നെ കുറേ അധികം മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നു. അത് ടീമിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇത്തവണ അതുണ്ടാവാതെ കൂടുതൽ മത്സരങ്ങൾ കളിക്കണം. ഏറ്റവും ഉപരിയായിട്ട് ടീമിന് വേണ്ടി ട്രോഫി നേടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ലൂണ പറയുമ്പം, ലൂണ എക്സ്ട്രീം എഫേർട്ട് ഇടുന്നില്ല എന്ന് എല്ലാവരും കളിയാക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ, കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാസുകൾ സപ്ലൈ ചെയ്തതും ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതും ലൂണ തന്നെയാണ്. അതേ ലൂണയെ നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ലൂണ പറയുന്നത് പരിക്കുകളില്ലാതെ മാക്സിമം കളിക്കുക എന്നതാണ് ലക്ഷ്യം, ടീമിന് വേണ്ടി ട്രോഫി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം ലൂണ ഉണ്ടെങ്കിലേ ബ്ലാസ്റ്റേഴ്സ് ഉള്ളൂ എന്നുള്ള ബോധം ലൂണയ്ക്കുണ്ട്. അല്ലെങ്കിൽ ഓവർ എഫേർട്ട് എടുത്ത് കഴിഞ്ഞ സീസണിൽ ലൂണയ്ക്ക് ഒന്ന് പരിക്ക് പറ്റി വീണപ്പം ബ്ലാസ്റ്റേഴ്സിന് എന്താണ് പറ്റിയതെന്ന് നമ്മൾ കണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും അത്തരത്തിൽ ഒരു അനാഥത്വത്തിലേക്ക് തള്ളിവിടണ്ട എന്നുള്ള മനുഷ്യൻ്റെ, ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വ ബോധം കൂടിയാണ് ലൂണയിൽ നമ്മൾ കാണുന്നത്. വളരെ വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞൊരു പ്രോപ്പർ പ്രീ സീസൺ പോലും കിട്ടാതെ വരുന്ന ലൂണ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് കളിക്കേണ്ടത്? അയാളൊരു മനുഷ്യനാണ്, മെഷീൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം.